ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന? ഈ വാക്കുകൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും, ചിലർ കേട്ടിട്ടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ വ്യത്യസ്തമായ പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന എന്താണെന്ന് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി വചനാധിഷ്ഠിതമായി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യുക. ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന എന്തെല്ലാം ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്? അതിനാധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രവാചകനായ യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളാണ്. ആ വാക്യങ്ങളുടെ അന്തസത്ത ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം എൻ്റെ മുമ്പാകെ മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അതിന് മേൽ പകർന്ന് അതിനെ നശിപ്പിക്കും. യഹോവയാം ദൈവം യെഹെസ്കേലിലൂടെ പഴയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞ വാക്കുകളാണിത്. ആ വാക്യത്തിൽ വ്യക്തമായി എന്താണ് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഇതര ഭാഗങ്ങളിലുള്ള ചില വാക്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കോർത്തിണക്കി നാം ചിന്തിക്കുമ്പോൾ നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും നമ്മളത് ചെയ്യേണ്ടുന്നതിൻ്റെ ആ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസത്തെ ഒരു സന്ദേശത്തിൽ നമ്മുടെ ഉറ്റവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെ യേശുവിനായിട്ട് നേടാനായിട്ട് കഴിയും, അതിന് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിത്യനാശത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും നിത്യജീവനിലേക്ക് നമുക്കൊരാളെ കൈപിടിച്ച് കയറ്റണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ ആ മെസ്സേജിൽ പറഞ്ഞു. അത് പലർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അത് കേട്ടിട്ടില്ല, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, പല സമയങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം. പക്ഷേ വളരെ പ്രധാനമായിട്ടുള്ള നാം വിസ്മരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീക ഉദ്ധാരണത്തിന്, ആത്മീക കാഴ്ചപ്പാടിലേക്ക് വരുന്നതിന്, ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് അവരൊഴിഞ്ഞ് നിത്യജീവനിലേക്ക് പോകുന്നതിനൊക്കെ ഒരു വ്യക്തി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന നമ്മൾ തിരിച്ചറിയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. ഒന്നാമത്, ഇടിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. എനിക്ക് വേദപുസ്തകത്തിലെ പല പൗലോസിന്റെ അടക്കമൊക്കെയുള്ള പ്രാർത്ഥനകൾ, യേശുവിൻ്റെ പ്രാർത്ഥനകൾ, മണിക്കൂറുകൾ നീളുന്ന പ്രാർത്ഥനകൾ ഒക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ, വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ പ്രാർത്ഥനകളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. നമ്മുടെ വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാരൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ചിൽ തന്നെ ഒരു 120-130 ആളുകൾ എൻ്റെ ഓർമ്മയിലുണ്ട് പ്രാർത്ഥിക്കുന്ന. അപ്പം ഇത്രയധികം ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേവലം അവരുടെ ഭൗതിക വിഷയത്തിന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല, പൗലോസിന്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ ആത്മീക വർധനവിനു വേണ്ടിയും കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിനും യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ, ആ ആത്മീക തിരിച്ചറിവുകൾ മറ്റുള്ളവർക്കുണ്ടാകുന്നതിനും വേണ്ടിയായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥനകൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. വചനത്തിന്റെ അകത്തുനിന്ന് നമ്മൾ അതാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. അപ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ ദൈവം മുമ്പാകെ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവിക ന്യായവിധിയും ദൈവിക ശിക്ഷാവിധിയും ദൈവം നിർണയിച്ചിരിക്കുമ്പോൾ, ദൈവം അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായി മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക. മതിൽ കെട്ടുക എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ട് മതിൽ കെട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. മതിൽ എന്താണ്? മതിൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒരുക്കുന്ന സുരക്ഷയ്ക്കാണ് മതിൽ എന്ന് പറയുന്നത്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ശരിക്കും മതിൽ ഒരു സ്ഥലത്തിന് സംരക്ഷണം കൊടുക്കുന്നത് പോലെ
പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒരുക്കുന്ന സുരക്ഷയാണ് മതിലെന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു തെളിവ് കൂടെ വേണമെങ്കിൽ തരാം. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സീയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത കൊടുക്കരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊരു വാക്യമാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ വാക്യം എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ വാക്യത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സീയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. അടുത്തത് ദൈവത്തോട് യാമാരംഭത്തിങ്കൽ നിലവിളിക്കുക. അപ്പൊ മതിലിനോട് പറയുകയാണ്, മതിലെ, സീയോൻ പുത്രിയുടെ മതിലെ നീ കണ്ണുനീരൊഴുക്കുക. അപ്പൊ മതിലിന് കണ്ണുനീരൊഴുക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണത്. അപ്പം അതുകൊണ്ട് ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വില നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളമാണ് പ്രാർത്ഥനയുടെ ആവശ്യകതയെന്ന് നമ്മൾ തിരിച്ചറിയുക. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 106-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? അനുസരണക്കേട് കൊണ്ടും മത്സരം കൊണ്ടും ദൈവകൽപ്പനകളോടുള്ള ലംഘനം കൊണ്ടും ന്യായവിധിക്ക് കാരണക്കാരായി തീർന്ന ഇസ്രായേലിനെ അന്യാരാധന നിമിത്തമായി നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ മോശ ദൈവം മുമ്പാകെ ഇടിവിൽ നിന്നു. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചു. മോശ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ ആ ജനത്തെ ദൈവം ക്ഷണത്തിൽ നശിപ്പിച്ചു കളയുമായിരുന്നു. സംഭവങ്ങൾ പുറപ്പാട് 32-33 അധ്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം മുമ്പാകെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹിതരും നമ്മുടെ ഉറ്റവരും ദൈവബോധമില്ലാത്തവരായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കർത്തൃവേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ അവയുടെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയൊക്കെ തൻ്റെ പ്രാർത്ഥനകളിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് തനിക്കറിയാവുന്ന അല്ലെങ്കിൽ തൻ്റെ കൂട്ടുവേലക്കാർ അല്ലെങ്കിൽ താൻ സ്നേഹിച്ചിരുന്നവർ, വിശ്വാസ കുടുംബങ്ങൾ, വിശ്വാസികൾ, അറിയാവുന്നവർ, അവർക്ക് വേണ്ടി എല്ലാം താൻ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ പൗലോസിന്റെ വാക്കുകളിൽ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും നിന്നെ ഓർത്തുകൊണ്ട്. അപ്പൊ രാവും പകലും പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുമായിരുന്നു. ചിലരൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്, എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ച് അവർക്കുണ്ടായ ചില വേദനയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവർ, ജനത്തെ ശരിയായ പാതയിലേക്ക് നടത്തുന്നു എന്ന് അഭിമാനിക്കുന്നവർ പോലും നിങ്ങൾ എന്തിനാണ് വെറുതെ പ്രാർത്ഥിക്കുന്നതെന്ന് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തരാത്ത ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല. യേശു പോലും മത്തായി സുവിശേഷം 18 കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കാം. അപ്പൊ പ്രാർത്ഥന, വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്. ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വെറുതെ ഇരുന്ന് പിന്നെ അപ്പച്ചനെ അനുഗ്രഹിക്കണേ, ചേട്ടനെ അനുഗ്രഹിക്കണേ, നാട്ടുകാരെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുള്ളവരെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയൊന്നും അല്ല ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന. കുറച്ചുകൂടെ തീവ്രമായ പ്രാർത്ഥനയാണ് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും ചിലരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിത്യജീവനിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയല്ല. ഒത്തിരി പേരെ ദൈവം നോക്കുന്നില്ല, ഒരാളെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിച്ച വാക്യത്തിൽ കണ്ടത്, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം എൻ്റെ മുമ്പാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാൻ ഒരുത്തനെ അന്വേഷിച്ചു. ഒറ്റ ഒരാളെയാണ് അന്വേഷിച്ചത്, കണ്ടെത്തിയില്ല. എത്ര ദുഃഖകരമാണ്. പ്രവാചകനായ യഹസ്കേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രവാസത്തിൽ 70 വർഷത്തെ പ്രവാസത്തിന്റെ സമയത്ത്
കെബാർ നദീതീരത്തിരുന്നപ്പോൾ ദൈവിക ദർശനമുണ്ടായ പ്രവാചകനായ യെഹസ്കേൽ. പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ പ്രവാസത്തിലേക്ക് പോയ ലക്ഷക്കണക്കിന് യഹൂദന്മാരുണ്ട്. ലക്ഷക്കണക്കിന് യഹൂദന്മാർ ബാബിലോണ്യ പ്രവാസത്തിലായിരിക്കുമ്പോൾ ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഒരാളെ ദൈവം കണ്ടില്ല എന്ന് പറയുമ്പോൾ, അവിടെ ആരാധനയില്ലാഞ്ഞിട്ടല്ല, സിനഗോഗുകൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു, ആലയമില്ലായിരുന്നെങ്കിലും ആരാധനാ കൂട്ടായ്മകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇടിവിൽ നിൽക്കാൻ ഒരാളെ ദൈവം കണ്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമാണ്, എത്ര വേദനയാണ്. ഇന്നത്തെ കാലത്തും ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പേരെടുത്തവരും അറിയാവുന്നവരും വിശ്വാസികൾ എന്നുള്ള ലേബലിൽ ജീവിക്കുന്നവരും ക്രൈസ്തവരെന്നുള്ള നാമധേയത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. പക്ഷേ എത്ര പേരാണ് ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇല്ലേ? നിങ്ങളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിമത്തിയോസിന്റെ ലേഖനത്തിലാണ്, നിങ്ങളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിനടക്കം പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആരെ പ്രാർത്ഥിക്കാറുണ്ട്? അറിയത്തില്ല. അവരൊന്നും ദൈവത്തെ അറിയാത്തവരാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാത്തവര് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നാണ്. പൗലോസിന്റെ മറ്റു ചില വാക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുവല്ലോ. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് തുണയായി തീരുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കപ്പുറം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം. ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പൂണിക്കകത്ത് കിടക്കുന്ന, അവൻ ഒരിക്കലും വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്ന ചിലതിനെ പിടിച്ചെടുത്ത് രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെയുള്ള ചില പ്രാർത്ഥന പോരാളികളെ ദൈവം ഈ നാളുകളിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ കൃതാർത്ഥരായി ഈ മിനിസ്ട്രി, ഈ ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷ അതൊരു വിജയമായി തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും തന്നിട്ടോ സഹായിച്ചിട്ടോ ഒന്നുമല്ല. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് വരുമാനം ഇതിലൂടെ കിട്ടുന്നുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ടാകുമെന്ന്. പക്ഷേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് പുറകിലുള്ള ഒത്തിരി കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് കയറ്റി അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ഒരു ദിവസം 1.25 മണിക്കൂറോളം ചിലവാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. തിരക്കുകളില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൻ്റെ അകത്തെ നല്ല തിരക്കുകൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നവർക്ക് ഒരു ഗുണകരമാകട്ടെ എന്ന് കരുതിയാണ് ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതിനായിട്ട് ഒരു പരിശീലനം തരാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. നമ്മുടെ പ്രാർത്ഥന അത്തരത്തിലുള്ള ഒരു ആത്മീക തലത്തിലേക്ക് ഉയരട്ടെ. നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. പരസ്പരം പ്രാർത്ഥിക്കുക. പരസ്പരമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് സോളിറ്ററി അല്ല, ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാനും സഹകരിക്കാനും ഒക്കെ ഇടയാകട്ടെ. അതല്ലേ പൗലോസിന്റെ വാക്കുകളിൽ നമ്മൾ കേട്ടത്, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങളെ തുണയ്ക്കുന്നുണ്ടല്ലോ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ സന്ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകർ ജീവിതത്തിൻ്റെ അകത്ത് ഇതൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥനയിൽ ഒരു ഉന്നതമായ ഒരു ആത്മീക തലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നയിച്ച് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.